ഈ ഒരു സാധനം ഉണ്ടാക്കുന്ന കാണുമ്പോഴും അതേപോലെ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോഴും എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി പയറ്റി തെളിഞ്ഞൊരു സാധനമാണ് ഞാനിപ്പോൾ വീണ്ടും ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ വീഡിയോസ് ഒത്തിരി കണ്ടിട്ടുണ്ടാവും, നിങ്ങളിതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളവരായിരിക്കാം. സംഭവം ഇതാണ്, സ്ക്രാപ്പ് ബുക്ക്. സ്ക്രാപ്പ് ബുക്കിൻ്റെ ബേസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാനിത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഡൗട്ടും എനിക്കുണ്ടായിരുന്നില്ല ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കാണിച്ചു തരാനും എനിക്കൊരു മടിയുമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസിൻ്റെ ഒന്നും മെഷർമെൻറ്റ്സ് ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ബിക്കോസ് ഞാനിത് ഒരു ട്രയലായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. കാരണം ഒത്തിരി നാളായി. അപ്പം ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കണം, എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഉടനെ തന്നെ ഞാൻ എൻ്റെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം ഇതിനുപയോഗിച്ചിട്ടുള്ള തിങ്സ് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ബേസിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കാർഡ്ബോർഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ പുറമേ ഉള്ളത് ഒരു ഷീറ്റ്, ഡിസൈൻ വരുന്ന ഷീറ്റ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച ഷീറ്റാണ്. ആൻഡ് ബ്ലാക്കായിട്ട് നിങ്ങൾ കാണുന്നത് കാർഡ് സ്റ്റോക്സ് ആണ്. അതും ഞാൻ മീഷോയിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇനി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടതെന്ന്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ആസ് വെൽ ആസ് വെരി പ്രൊഫഷണൽ. ഇതിപ്പോൾ സ്ക്രാപ്പ് ബുക്കായിട്ട് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കിതൊരു ഫോട്ടോ ആൽബം ആയിട്ടും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വെറും ബേസ് മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതിനെ ഫോട്ടോ ആൽബമായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ സ്ക്രാപ്പ് ബുക്ക് എങ്ങനെ ആക്കാം, ഇതെല്ലാം ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിതിൽ തന്നെ വെറൈറ്റി സാധനങ്ങൾ ചെയ്യാം. ഈ ഒരു ബേസ് ഉണ്ടാക്കാൻ പഠിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഐഡിയാസ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് ദിസ് ഈസ് വെരി സാറ്റിസ്ഫൈയിങ് പ്രോസസ്സ്. ആൻഡ് ഇതുണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് വരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്രത്തോളം ഉണ്ടെന്നും അത് നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇനി ഇതേ പ്രോസസ്സിൽ തന്നെ ഞാനിവിടെ കാർഡ് സ്റ്റോക്ക് വെക്കുന്നതിന് പകരം നിങ്ങൾ A4 ഷീറ്റോ അല്ലെങ്കിൽ കളർ ഷീറ്റ്സോ വെക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി നോട്ട്ബുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പേജസിൻ്റെ എണ്ണം കൂട്ടാനും നിങ്ങൾക്ക് പറ്റും. സോ ദിസ് ഈസ് ദ ഫൈനൽ ഔട്ട്പുട്ട്. ആൻഡ് ഇതൊരു സ്ക്രാപ്പ് ബുക്ക് ആക്കുന്നത് എങ്ങനെയാണെന്നും ഫോട്ടോ ആൽബം എങ്ങനെയാണ് ആക്കുന്നതെന്നും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് പ്ലീസ് like and subscribe. Thank you.